ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഈ ഓർഡറുകളെല്ലാം മനസ്സിരുത്തി ഒന്ന് വായിക്കണം, പഠിക്കണം. ജാമ്യത്തിന് വേണ്ട ഫോർമാലിറ്റീസ് ഒന്ന് ചോദിച്ചറിയണം. അതിന് എനിക്ക് കുറച്ച് സമയം വേണം. അതുകൊണ്ട് നിങ്ങളെല്ലാരും പുറത്തു പോണം. മാഡം, അത് പിന്നെ പറയുന്ന അനുസരിച്ചാ മതി. അവനെ ആരും ചതിച്ചത്. മോങ്ങുന്നൊടി. ഈ ഞാഞ്ഞൂലുകളൊന്നും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ജഗന് നേരെ ഒരടി ചലിച്ചാ രണ്ടെണ്ണോ ഈ പൂമുഖത്തുണ്ടാവില്ല. കൊത്തിച്ചോളെ ഞാൻ. ഭീഷണിപ്പെടുത്താതെ തള്ളേ. നിനക്കൊന്നും സാഗറിന്റെ രാഗിയുടെയും ഒരു ചെറു വിരല് പോലും അനക്കാൻ കഴിയില്ല. ജഗന്റെ കഴുത്തില് കൊലക്കയറ് വീഴ്ത്തിട്ട് ഞങ്ങൾ അടങ്ങൂ. കരുതിയിരുന്നോ? എടാ സാഗറേ, നീ വെല്ലുവിളിക്കുന്നതേ എന്റെ അപ്പച്ചി ആനന്ദവല്ലിയോടാ. ഇടഞ്ഞ ഒറ്റക്കൊമ്പന്റെ ചെവിയിൽ തോട്ടുകെറ്റുന്നോളാ എന്റെ അപ്പച്ചി. എന്റെ അപ്പച്ചിയുടെ ഒരു മുഖമല്ലേ നീ കണ്ടിട്ടുള്ളൂ. ഇനി മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് ഭീകരമാ, ഭീകരം. അത് കാണണ്ടെങ്കിൽ നിന്റെ അച്ഛയെ വിളിച്ചോണ്ട് ഇറങ്ങി പോടാ. എടാ ജിതേന്ദ്ര. എന്താടാ? എടാ ചെറ്റേ, നീ ഒരുങ്ങിയിരുന്നോ? നിന്റെ അനുജന് തൂക്കുകയർ വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ വരും. നിനക്കും നിന്റെ അച്ഛൻ കുറുപ്പിന് വിട്ട് 2 എണ്ണം തരാൻ. കേട്ടോടാ? രാഗി വാ. അമ്മ എന്തിനാ കരയുന്നത്? പുണ്യാർച്ചയുടെയും രക്തരക്ഷത്തിന്റെയും രൂപം അപ്പച്ചയ്ക്ക് ചേരുമെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? അവര് ശരിക്കും വിരണ്ടാ പോയിരിക്കുന്നത് അമ്മേ. ജഗനെ ഒരു ചുക്കും ചെയ്യാൻ അവർക്ക് കഴിയില്ല. നിന്റെ അമ്മയ്ക്ക് അങ്ങനെ നല്ല ബുദ്ധി വല്ലതും പറഞ്ഞു കൊടുക്കടാ. എക്സ്ക്യൂസ് മീ മാഡം. യെസ്. ഞാൻ കൊല്ലപ്പെട്ട രാജീവ് മേനോന്റെ സഹോദരി രാഖിയ. ഇതെന്റെ ഹസ്ബൻഡ് സാഗർ. ഇദ്ദേഹം ഞങ്ങളുടെ അഡ്വക്കേറ്റ്. ജഗന് ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്ന് ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് ഓർഡർ ഉണ്ട്. വക്കീലെ, ആ പേപ്പറിങ് എടുത്തു കൊടുക്ക്. എന്താ MLA സാറേ, നോക്കി പേടിപ്പിക്കുന്നോ? മോനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ ബലിയേടാക്കി കളിച്ച കോപ്രായങ്ങൾക്കൊക്കെ സമാധാനം പറയിപ്പിച്ചിരിക്കും. എന്റെ ഏട്ടന്റെ കൊലപാതകയുടെ അന്ത്യം കാണാതെ ഈ രാഖി വിശ്രമിക്കില്ല. അതെ, കുറുപ്പിന്റെ മകൻ ജഗന്റെ ചോര കൊതിക്കുന്നവരൊക്കെ സ്വന്തം ചോര തന്നെ കുടിച്ച് തൃപ്തിപ്പെടേണ്ടി വരും. സ്റ്റോപ്പ് ഇറ്റ്. മാന്യമായി സ്വീകരിച്ചിരുത്തി ഇരിപ്പിടം തന്നത് കയ്യേറ്റത്തിനല്ല. അടുത്ത പരിപാടി കയ്യേറ്റമാണെങ്കിൽ പുറത്തതിനുള്ള സൗകര്യമുണ്ട്. എല്ലാവർക്കും പുറത്തു പോ. എനിക്ക് ഈ ഓർഡറുകളെല്ലാം മനസ്സിരുത്തി ഒന്ന് വായിക്കണം, പഠിക്കണം. ജാമ്യത്തിന് വേണ്ട ഫോർമാലിറ്റീസ് ഒന്ന് ചോദിച്ചറിയണം. അതിന് എനിക്ക് കുറച്ച് സമയം വേണം. അതുകൊണ്ട് നിങ്ങളെല്ലാരും പുറത്തു പോണം. മാഡം, അത് പിന്നെ പറയുന്ന അനുസരിച്ചാ മതി. മാഡം അവരെ ഇപ്പൊ പുറത്തേക്ക് അയച്ചത് നന്നായി. അവരോട് മാത്രമല്ല, നിങ്ങളോടും പുറത്തു പോകാനാ പറഞ്ഞത്. വക്കീലേ, ഇയാള് പുറത്തിറങ്ങിയേക്ക്. ഞാൻ പറഞ്ഞു വരാം. ശരി. ഞാൻ അങ്ങോട്ട്.
എന്ത് അവിവേകമാണ് സാർ നിങ്ങൾ കാണിച്ചത്? ആ ACP മാന്യായ ഒരു സ്ത്രീ ആയതുകൊണ്ട് തല്ലും ലോക്കപ്പും ഒക്കെ ഒഴിവായി. ആ പരനാറി കുറുപ്പിന്റെ വാക്കും കേട്ടോണ്ട് ഗുണ്ടായിസം കുറെ കളിച്ചവനാ ഞാൻ. എന്നിട്ടിപ്പോ അയാൾക്കൊരു പുത്രസ്നേഹം. അയാൾക്ക് സ്വത്തും സ്വാധീനം ഉള്ളതിന്റെ അഹങ്കാരം അവക്കില്ലേ? അക്കാര്യത്തിൽ ഞങ്ങളൊട്ടും മോശക്കാരല്ല. ജഗനെ പുറം ലോകം കാണിക്കില്ല. എന്റെ സഹോദരനെ കൊന്നവൻ ശേഷിച്ച കാലം അകത്ത് തന്നെ കിടന്നാ മതി. പിന്നെ നീ എന്നെ ഞൊട്ടാൻ പോവല്ലേ? ഒരു സഹോദര സ്നേഹം. സഹോദരനെ ചുട്ട് ചൂടുമാറും മുമ്പേ അവന്റെ സ്വത്ത് തട്ടിയെടുത്ത് ആർമാദിക്കുന്ന പിഴച്ച ജന്മമല്ലേ നീ? ഈ നശിച്ച സ്വഭാവം കൊണ്ടാ നീ ഒരു കുഞ്ഞിക്കാല് പോലും കാണാനാകാതെ നീ പെറാതെ ഇങ്ങനെയായി പോയത്. എടോ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നാക്കും മൂക്കും ഇല്ലാത്ത ഒരു സാധുവിന് നക്കാപ്പിച്ച കൊടുത്ത് കുറ്റ ഏറ്റെടുപ്പിച്ച തന്നെ പോലൊരു പരനാറി ഈ ലോകത്ത് വേറെ ഇല്ലടോ. എടോ, അപരാധി എന്ന് ആക്ഷേപിച്ച് ആട്ടിയിറക്കി നിർത്തിയിരുന്നവളാ. ഇപ്പൊ അമ്മായിയപ്പനെ താങ്ങി നിർത്തിയിരിക്കുന്ന മരുമോളായി ഇവള്. ഭർത്താവെന്ന് പറയുന്നവന് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയാനടി വിധി. ഇനി അവന്റെ കൂടെ പൊറുക്കണമെങ്കിലേ അവന് വധശിക്ഷ വാങ്ങിക്കൊടുത്ത് അടുത്ത ജന്മം വരെ കാത്തിരിക്കേണ്ടി വരും നിനക്ക്. ചിരിച്ചോ, ഒരുപാട് ചിരിച്ചോ. എങ്കിലേ നിനക്ക് ഒരുപാട് കരയാനുള്ള യോഗം ഉണ്ടാവും. ചിരിക്കടി. അവളുടെ ചിരി കണ്ടാൽ അറിയാം നമ്മളെ തോൽപ്പിക്കാനുള്ള എന്തോ ആയുധം ഒളിപ്പിച്ചുകൊണ്ടുള്ള ഭാരമാണിത്. അതെന്തായിരിക്കും? മാനത്തെ കൊട്ടാ